സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. മഴക്കെടുതിയിൽ ഇന്ന് 6 പേർ മരിച്ചു. മലമ്പുഴ, ബാണാസുര സാഗർ, ഷോളയാർ അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. സാജിദ് അജ്മലും സലാം മുഹമ്മദും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, മലമ്പുഴ ഡാമിലെ നിലവിലെ ജലനിരപ്പ് എത്രയാണ്? എത്ര ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്? എത്ര വെള്ളമാണ് ഒഴുക്കിവിടുന്നത്? വെള്ളം നിറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് ജലം ക്രമീകരിക്കുക എന്നൊരു നടപടിക്രമത്തിലേക്ക് പോയത്. ഇതിന് പ്രധാന കാരണം 2018-ലും 2019-ലും എല്ലാം തന്നെ വലിയ പ്രളയം ഉണ്ടാകുന്നതിന് കാരണം ഈ ഡാം തുറക്കുന്നത് അല്പം വൈകിയത് കൊണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും 2018 മുതൽ എല്ലാ വർഷവും കൃത്യമായി തന്നെ 111 മീറ്റർ ആകുന്ന സമയത്ത് തന്നെ ഡാം തുറക്കുക എന്നൊരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. 4 ഷട്ടറുകളാണ് മലമ്പുഴ ഡാമിനുള്ളത്. 4 ഷട്ടറുകളും മീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ മാസം 1-ാം തീയതി മുതൽ ഇന്ന് വരെ 346.1 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി മഴയാണ്. അതുകൊണ്ട് തന്നെ മലമ്പുഴ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുതലാണ്. 1-ാം പുഴ അതുപോലെ തന്നെ മറ്റ് പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. കൽപ്പാത്തി പുഴയും അതോടൊപ്പം തന്നെ പുഴയുടെ തീരത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ഇനിയും ശക്തമായി തുടരുകയാണെങ്കിൽ ഡാമിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ ഉയർത്തും. വീണ്ടും മഴ തുടർന്നാൽ അത് 20 സെന്റിമീറ്റർ വരെ ഉയർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ പല ഭാഗത്തും വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ശരി സാജിദ്. സലാം മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. സലാം, ബാണാസുര സാഗറിലെ ഡാമിലെ ഒരു ഷട്ടറാണ് നിലവിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴയുണ്ടോ? കൂടുതൽ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് കടക്കുമോ? അമൃത പടിക്കൽ ഇന്ന് 10 മണിയോട് കൂടിയാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന മുന്നറിയിപ്പ്, അതായത് അറിയിപ്പ് നേരത്തെ ഭരണകൂടം നൽകിയത്. അതേ തുടർന്ന് 10 മണിയോടെ തന്നെ 1-ാമത്തെ സൈറൺ മുഴങ്ങി. പിന്നീട് 1 മിനിറ്റ് ഇടവേളയിൽ 2 സൈറണുകൾ കൂടി, അതായത് 3 സൈറണുകൾ ആകെ നൽകി. അതിനുശേഷമാണ് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത്. ഒരു സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ആണ് തുറന്നത്. അതേ തുടർന്ന് 50 മീറ്റർ ക്യൂബ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുന്നത്. നേരത്തെ 768 റെഡ് അലേർട്ട് എത്താനുള്ള ജലനിരപ്പ്, ഡാമിലെ ജലനിരപ്പ്. അതിന് കവിഞ്ഞ് 769.5 മീറ്റർ എന്ന നിലയിൽ ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ്, അതായത് 1.5 മീറ്റർ അധിക ജലം ഡാമിൽ സംഭരിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഡാമിലെ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. നേരത്തെ തന്നെ കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഒഴുക്കിവിടുകയാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കനത്ത മഴ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ വെള്ളപ്പൊക്കം അടക്കമുള്ള സാധ്യതയിൽ നിന്ന് ഒരുപക്ഷെ മുൻകരുതൽ എന്ന നിലക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഒരു 1.5 മീറ്റർ ഉയരത്തിൽ ജലനിരപ്പ് ഉയർന്നപ്പോൾ തന്നെ ഡാമിലെ ഷട്ടറുകൾ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് എല്ലാ മുൻകരുതലുകളും, അതായത് അനൗൺസ്മെന്റ് വാഹനങ്ങൾ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മുന്നറിയിപ്പും നൽകിക്കൊണ്ട് ഈ ഡാമിലെ ഷട്ടറുകൾ 10:03 കൂടിയാണ് തുറന്നത്. ഒരു സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ആണ് ഉയർത്തിയത്. 50 മീറ്റർ ക്യൂബ് വെള്ളമാണ് 1 സെന്റിമീറ്റർ പുറത്തേക്ക് ഒഴുകുന്നത്. ഇവിടെ ഡാമിൽ നിന്നും ആദ്യം കാരമൻ തോട് എന്ന് പറയുന്ന തോടിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതിൽ നിന്നും പിന്നീട് പനമരം പുഴ വരെ ഈ വെള്ളം എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാരമൻ തോടിന്റെയും പനമരം പുഴയുടെയും സമീപത്തുള്ള ആളുകളോടൊക്കെ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിക്കൊണ്ടായിരുന്നു 10:03 കൂടി ഡാമിന്റെ സ്പിൽവേ ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തിയത്. അമൃത. ശരി സലാം.